സ്നേഹപുരം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ രാധികയോട് പറയണേ, ഞാനിതുപോലെ നമ്മൾ ഒരുമിച്ചുള്ള യാത്ര എത്ര തവണ സ്വപ്നം കണ്ടിട്ടുണ്ടെന്നോ. ഈ വഴിയിലൂടെ മാത്രമല്ല കുറേ സ്ഥലത്തു കൂടെ ഞാനും താനും ഒരുമിച്ചതുപോലെ യാത്ര ചെയ്യുന്നതായിട്ട് ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ താനും എൻ്റെ പോലെ യാത്രയും നല്ല നല്ല നിമിഷങ്ങളും സ്വപ്നം കണ്ടിട്ടില്ലേ? എന്താ ഒന്നും പറയാത്തത്? അങ്ങനെ പറഞ്ഞ വരുൺ രാധിക തന്നെ നോക്കുവാണ്. പെട്ടെന്നൊരു വണ്ടി വരുമ്പോൾ വരുൺ പെട്ടെന്ന് തന്നെ കാറ് വെട്ടിച്ചെടുക്കുവാണ് കേട്ടോ. ആ സമയം പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോഴേക്കും രാധിക സ്റ്റിയറിങ്ങിൽ കയറി പിടിക്കുവാണ്. ഈ സമയം വരുണും സ്റ്റിയറിങ്ങിൽ രാധികയുടെ കൈയുടെ മീതെ ഇങ്ങനെ പിടിക്കുവാണ് കേട്ടോ. എന്നിട്ട് കൈ വിടാതെ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. ഈ സമയം രാധിക വരുണിൻ്റെ കൈയൊക്കെ തട്ടിമാറ്റുക. ഈ സമയം വരുൺ പറയണേ, അതെ, നമ്മൾ സ്വപ്നം കണ്ട ജീവിതമൊക്കെ അധികം വൈകാതെ തന്നെ നമ്മൾ തുടങ്ങാൻ പോകുക. ഇനി നീ അധികം വൈകാതെ തന്നെ എൻ്റെ ഭാര്യ എന്ന മേലുവിലാസത്തിൽ അറിയപ്പെടാം. ആരുടെയും ഒരു നിയന്ത്രണമോ ഒന്നുമില്ലാതെ നമ്മൾ സ്നേഹിക്കും. നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യും. ഇഷ്ടപ്പെട്ട സ്ഥലത്തെല്ലാം ഒന്നിച്ചു പോകും. അതൊക്കെ താനെ സ്വപ്നം കാണുന്നില്ലേ? അന്നേരം രാധിക വരുണിനോട് പറയണേ, എൻ്റെ മനസ്സിൽ അത്ര സ്വപ്നങ്ങളൊന്നുമില്ല. വരുൺ കല്യാണം കഴിച്ചത് പ്രിയങ്കയാണ്. പ്രിയങ്കയൊത്തുള്ള ജീവിതമാണ് വരുൺ സ്വപ്നം കാണേണ്ടതും. വരുൺ സ്നേഹിക്കേണ്ടത് വരുൺ താലി കെട്ടി വരുണിൻ്റെ ഭാര്യ തന്നെയാണ്. അന്നേരം വരുൺ പറയണേ, ഇത് ഞാൻ തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണിനെ തന്നെ ഞാൻ സ്നേഹിക്കുന്നത്. ഞാൻ എൻ്റെ സ്നേഹം മുഴുവനും എൻ്റെ ഭാര്യയ്ക്കുള്ളത് മാത്രമാണ്. അത് താനാണ് രാധിക എന്ന് പറയുന്നത്. തൻ്റെ കഴുത്തിലാണ് ഞാൻ താലി കെട്ടിയത്. അല്ല, വരുൺ താലി കെട്ടിയത് പ്രിയങ്കയുടെ കഴുത്തിലാണ്. രാധിക, താൻ കള്ളമൊന്നും പറയാൻ ശ്രമിക്കേണ്ട. തന്നെ വിവാഹവേഷത്തിൽ ഞാൻ കണ്ടതാണല്ലോ. അന്നേരം രാധിക പറയണേ, അത് പിന്നെ വിവാഹവേഷമൊക്കെ ഞാൻ എങ്ങനെ എടുക്കുമെന്നറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ അണിഞ്ഞു നോക്കിയതല്ലേ അത്. അത് കേൾക്കുന്നത് വരുൺ ചോദിക്കണേ, അങ്ങനെയാണെങ്കിൽ പറ, മണ്ഡപത്തിൽ പിന്നെ ആ ചതി നടന്നത് എങ്ങനെയാ? ആ ചതി മറ്റാർക്കൊക്കെ അറിയാം? അന്നേരം രാധിക പറയുന്നുണ്ട്, അവിടെ ഒരു ചതി നടന്നിട്ടില്ല. വരുണാണ് തെറ്റിദ്ധാരണ പറ്റിയത്. സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേര് പ്രിയങ്ക എന്നാണെന്ന് വരുൺ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ വരുണിൻ്റെ വീട്ടുകാരെല്ലാവരും വന്ന് പ്രിയങ്കയെ പെണ്ണാലോചിച്ചു. ആ കല്യാണം നടക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ സത്യത്തോട് പൊരുത്തപ്പെടുക നിവൃത്തിയുള്ള വരുൺ. പ്രിയങ്ക വരുണിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അന്നേരം വരുൺ ചോദിക്കണേ, സ്നേഹിക്കുന്നുണ്ട്. അവൾ ഭയങ്കര പാവവുമാണ്. അവൾക്ക് ഒരു സിനിമാ നടിയാകണമെന്നും എല്ലാവരും അറിയപ്പെടുന്നൊരു സെലിബ്രിറ്റി ആകണമെന്നുമാണ് ആഗ്രഹം. അതിനുവേണ്ടി അവൾ എന്നോട് പണം വില പേശി ചോദിച്ചതുമാണ്. അങ്ങനെയുള്ള അവൾ ഒരു പാവം തന്നെയാണ്. അത് കേട്ട് രാധിക ചോദിക്കണേ, വരുൺ എന്താ പറഞ്ഞത്? പ്രിയങ്ക വരുണിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്നോ? അതെ, എനിക്ക് അവൾ ചോദിച്ച പണം കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം നമ്മൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കണം. അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ചിലവാക്കാൻ എനിക്ക് ഒരു മടിയില്ല. ഈ സമയം രാധിക പറയണേ, ചിലപ്പോൾ അവൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം. അവളുടെ ഉള്ളിൽ നേരത്തെ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള മോഹം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ അവളുടെ മനസ്സിൽ വരുണത്തുള്ള നല്ലൊരു ജീവിതം മാത്രമേ സ്വപ്നം കാണുന്നുള്ളൂ. അവൾ വരുണിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അവൾ സ്നേഹിക്കുന്നത് പോലെ വരുൺ അവളെ തിരിച്ച് സ്നേഹിക്കണം. അന്നേരം വരുൺ പറയണേ, എൻ്റെ സ്നേഹം മുഴുവൻ ഒരേ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഞാനല്ലാതെ സ്നേഹം വിളമ്പുന്ന പെട്ടിക്കടയൊന്നുമല്ലല്ലോ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ സ്നേഹം വിളമ്പാൻ. എൻ്റെ മനസ്സിലുള്ള സ്നേഹമെല്ലാം തനിക്ക് മാത്രം, എൻ്റെ ഭാര്യയ്ക്ക്. ഐ ലവ് യു. അത് കേൾക്കുന്നതും രാധിക പറയണേ, വരുൺ, എനിക്കിത് കേൾക്കണ്ട. താൻ എത്ര കേൾക്കണ്ടെന്ന് പറഞ്ഞാലും ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്നേരം രാധിക ചെവി പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. അത് കണ്ട് ചിരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുവാണ്ട് വരുൺ. പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിൽ എത്തുന്നതാണ്. അങ്ങനെ അവിടെ എത്തുന്നതും രാധിക വേഗം തന്നെ കാറിൽ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം വരുൺ രാധിക കൈ കയറി പിടിക്കുക. നിക്ക്, ഇത് എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? എനിക്ക് തന്നോട് സംസാരിക്കണം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അന്നേരം രാധിക പറയണേ, വരുൺ, ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. വരുണൊന്ന് പോയിക്കേ, ആരെങ്കിലുമൊക്കെ കാണും. ഈ സമയത്ത് അതുവഴി ശ്യാമ പോകുമ്പോൾ ഇവർ രണ്ടാളും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നത് കാണുവാണ്. അങ്ങനെ ശ്യാമ അവിടെ നിന്ന് തന്നെ വരുണ്ട ശ്രദ്ധിക്കുവാണ് കേട്ടോ. ഈ സമയം വരുൺ പറയണേ, എടോ, താനോട് നിൽക്ക്, എനിക്ക് തന്നോട് സംസാരിച്ചേ പറ്റൂ. അന്നേരം രാധിക പറയണേ, വരുൺ പിന്നെ കണിമംഗലത്തെ കോടീശ്വരനായ ആളല്ലേ? എന്നാൽ ഞാൻ അങ്ങനെയൊന്നും അല്ലേ. പാവപ്പെട്ട അമ്പലത്തിലെ തിരുമേനിയുടെ വേറൊരു സാധാരണക്കാരിയ മകളാ. എനിക്ക് ജോലിയെ ഭയങ്കര അത്യാവശ്യമാണ്. അതുകൊണ്ട് വെറുതെ എൻ്റെ ജോലി കളയാതെ ഇവിടെ നിന്ന് പോകാൻ നോക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ അമ്മയെപ്പോലെ കാണുന്ന ഫിദ മേഡമൊക്കെ ഇങ്ങോട്ട് വരും. മേഡം അങ്ങനെ കണ്ട എനിക്ക് നാണക്കേടാ. ഞാൻ പറയുന്നൊന്ന് കേക്ക് വരുൺ എന്ന് പറഞ്ഞ് വരുൺ എങ്ങനെയെങ്കിലും പറഞ്ഞേക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്ടോ രാധിക. ഇതെല്ലാം ദൂരെ നിന്ന് ശ്യാമ കാണുന്നുണ്ടാവും. ശ്യാമ പറയണേ, മനസ്സിലായി. അപ്പോൾ ഇയാൾ രാധിക മോൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണല്ലേ? അതുകൊണ്ടായിരിക്കും ഇയാൾ എന്നെയും രാധിക മോളെയും തമ്മിലുള്ള സാമ്യം തിരിച്ചറിഞ്ഞ് പലതവണ എന്നെ കാണാൻ വന്നത്. അങ്ങനെ പറഞ്ഞ് ശ്യാമ അവരുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ഈ സമയം രാധിക ശ്യാമ അങ്ങോട്ടേക്ക് നടന്നു വരുന്ന കാണുമ്പോൾ വരുണിനോട് പറയണേ, ഫിദ മാം വരുന്നുണ്ട്, ഒന്ന് പോകുന്നുണ്ടോ? മാം ഇവിടെ എത്തുന്നതിന് മുമ്പ് താൻ എന്നോട് സത്യം പറയണം. എന്നെ ഇഷ്ടമാണെന്ന് താൻ പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകാം. ഇല്ലെങ്കിലേ ഞാൻ മാഡത്തോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അയ്യോ വരുൺ, അതൊന്നും വേണ്ട, പ്ലീസ് ഒന്ന് പോവും.
ഈ സമയം ഫിദ മാഡം ഇവരുടെ അരികിലെത്തുവാണ് കേട്ടോ. അന്നേരം രാധിക വരുണിനോട് പറയണേ, വരുൺ ഇതാ ഞാൻ പറഞ്ഞ ഫിദ മാഡം. ആ മാഡത്തിന് എനിക്ക് നന്നായിട്ടറിയാം. അന്നേരം ഷാമു ഒന്ന് ഞെട്ടുവാണ് കേട്ടോ. ആ സമയം വരുൺ പറയണേ, രാധിക ഫിദ മാഡത്തെക്കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാഡത്തോട് എനിക്ക് ആ സത്യം തുറന്നു പറയണം. അന്നേരം രാധിക പറയണേ, എന്ത് സത്യം? വരുണിങ്ങനെ ഓരോന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും മാഡം. വാ മാഡം നമുക്ക് മ്യൂസിക് സ്കൂളിലേക്ക് പോകണ്ടേ? അന്നേരം ശ്യാമ പറയണേ, അല്ല ഇയാൾക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് പറയട്ടെ, നിങ്ങൾ പറയൂ. ഈ സമയം വരുൺ നേരെ ശ്യാമയുടെ അരികിലേക്ക് ചെല്ലുക. എന്നിട്ട് പറയണേ, അത് പിന്നെ മാഡം ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ തർക്കം. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരാൾ താലി കെട്ടിക്കഴിഞ്ഞാൽ ആ താലി കെട്ടിയ ആൾക്കൊപ്പമല്ലേ ജീവിക്കേണ്ടത്? അതെ എന്ന് ശ്യാമ പറയുവാണ്. എന്നാൽ ഇവിടെ ചില പ്രത്യേക സാഹചര്യങ്ങൾ അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. അയാളുടെ മനസ്സിലാണെങ്കിൽ ആ പെൺകുട്ടി മാത്രമേ ഉള്ളൂ. മാത്രമല്ല അവരൊന്നിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുവാണ് അയാൾ. എന്നാൽ ഈ പെൺകുട്ടിയാണെങ്കിലോ വേറെ ചില സാഹചര്യങ്ങളുണ്ട്, മറുപടിയൊന്നും പറയുന്നുമില്ല. താലി കെട്ടിയാളെ അവഗണിക്കുകയും ചെയ്യുവാണ്, അകറ്റി നിർത്തുവാണ്. അത് ശരിയായ കാര്യമാണോ മാഡം? അത് ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. അന്നേരം പറയണേ, ഇത് മാഡത്തിൻ്റെ ഈ ശിഷ്യയോട് തന്നെ തുറന്നു പറയണം. ഞങ്ങൾ തമ്മിലായിരുന്നു ആ ഒരു തർക്കം. ഈ സമയം ശ്യാമ ചോദിക്കണേ, അല്ല തർക്കമൊക്കെ എനിക്ക് മനസ്സിലായി, ഇതാരെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ആരാണ് ഈ താലി കെട്ടിയ ആ പെൺകുട്ടിയും പയ്യനും ഒക്കെ? അന്നേരം വരുൺ പറയാൻ തുടങ്ങുമ്പോഴേക്കും രാധിക പറയണേ, അത് വേറെ 2 പേരാ മാഡം. അവരെക്കുറിച്ചാണ് വരുൺ ഇങ്ങനെ സംസാരിച്ചത്. വരുണില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി, ചുമ്മാ തർക്കിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ഉത്തരം മുട്ടിക്കും. ഓ അങ്ങനെയാണോ? അല്ല അത് ശരി, വരുൺ രാധികയുടെ ആരാണ്? അന്നേരം രാധിക പറയണേ, അത് എൻ്റെ അനിയത്തിയുടെ ഭർത്താവാം. ഈ സമയം വരുണിന് ദേഷ്യം വരുവാണ് കേട്ടോ. വരുൺ പറയണേ, മാഡം ഞങ്ങൾ 2 ആൾ നല്ല കമ്പനിയാണ്, എല്ലാ കാര്യങ്ങളും സംസാരിക്കും, ഇതുപോലെ പല കാര്യങ്ങളും തർക്കിക്കുകയും ചെയ്യും. ചില കാര്യങ്ങളിലൊന്നും ഈ രാധിക ഉണ്ടല്ലോ വ്യക്തമായിട്ടുള്ള മറുപടി പറയില്ല. അന്നേരം ശ്യാമ പറയണേ, അല്ല രാധിക അങ്ങനെ ഒരു കുട്ടിയല്ലല്ലോ, എല്ലാ കാര്യത്തിലും രാധികയ്ക്ക് വ്യക്തമായ അഭിപ്രായവും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടല്ലോ. ഈ സമയം വരുൺ പറയണേ, അതൊക്കെ ശരിയാ, എന്നാലും ചില പ്രത്യേക കാര്യങ്ങളിൽ ഇയാൾ കൃത്യമായിട്ട് മറുപടി തരില്ല മാഡം. എന്നാൽ പിന്നെ ക്ലാസ്സിന് സമയമില്ലേ, നിങ്ങൾ പോയിക്കോ. അന്നേരം ശ്യാമ ചോദിക്കണേ, വരുണിൻ്റെ സംസാരത്തിലൊരു പ്രത്യേകതയുണ്ടല്ലോ, വരുൺ പറയുന്നതൊന്ന് ചിന്തിക്കുന്നത് മറ്റൊന്നും. അന്നേരം വരുൺ പറയണേ, അങ്ങനെയൊന്നുമില്ല മാഡം, അത് ടീച്ചേഴ്സിനൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എല്ലാവരെയും സംശയത്തോടു കൂടി ഇങ്ങനെ വീക്ഷിക്കുന്നത്, അതുകൊണ്ട് മാമിന് തോന്നുന്നതായിരിക്കും. എന്നാൽ ശരി. അങ്ങനെ വരുൺ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം രാധികയുടെ അരികെ വന്നിട്ട് പറയണേ, അതെ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് പോവാൻ നോക്ക് എന്ന് രാധിക പറയുവാണ്. അങ്ങനെ വരുൺ കാറിൻ്റെ അരികിലേക്ക് പോകുവാണ്. ഈ സമയം രാധികയും ക്ലാസ്സിലേക്ക് പോകുവാന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുവാണ്. അങ്ങനെ പോകാൻ നേരം വരുൺ ഇങ്ങനെ തിരിഞ്ഞു നോക്കുവാണ് കേട്ടോ. ഈ സമയം വരുണും കാറിൻ്റെ അവിടെ നിന്ന് രാധികയെ തന്നെ നോക്കുവാണ്. അതിനുശേഷം മ്യൂസിക് ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന രാധികേനെയാണ് കാണിക്കുന്നത്. ഇതേ സമയം വരുൺ കാറിൽ പോകുമായിരിക്കും. അന്നേരം ഫിദ മാമിനെ കുറിച്ച് ആലോചിക്കുക. എന്നാലും മാം എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഇനി എന്തെങ്കിലും സംശയം തോന്നി കാണുമോ? രാധികയ്ക്ക് ഇനി അതുകൊണ്ട് വല്ല പ്രശ്നങ്ങളും ഉണ്ടാകുമോ? പക്ഷെ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വണ്ടി ഓടിച്ച് പോകുവാണ് വരുൺ. പിന്നീട് കാണിക്കുന്നത് ശ്യാമ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കാണുന്നത് രാധിക എന്തോ ആലോചിച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ശ്യാമ രാധികയെ അടുത്തേക്ക് വിളിക്കുവാണ്. എന്നിട്ട് പുറത്ത് നിന്ന് സംസാരിക്കുക. എന്തുപറ്റി മോൾ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാനിവിടെ കുട്ടികൾക്ക് കുറച്ച് റിലാക്സേഷൻ ടൈം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് റിലാക്സേഷൻ ടൈം കൊടുക്കുന്നതൊക്കെ, മോൾക്ക് റിലാക്സ് ആവാൻ ഇപ്പോൾ എന്താ വേണ്ടത്? എന്തോ ഒരു പ്രശ്നം മോളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടല്ലോ. എന്തുപറ്റി? വരുൺ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ആരുടെ കാര്യം വരുൺ പറഞ്ഞത്? അന്നേരം രാധിക പറയണേ, അത് പിന്നെ വരുണും പ്രിയങ്കയും തമ്മിൽ ചെറിയ ചില പ്രശ്നങ്ങളും, അപ്പോൾ അതിനെക്കുറിച്ച് ഞാനും വരുണും ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെയാണ് വരുൺ ഉദ്ദേശിച്ചത്. അന്നേരം ശ്യാമ ചോദിക്കുക, അല്ല അതിൻ്റെ ഇടയിൽ വരുൺ പറഞ്ഞല്ലോ ഏതോ ഒരു പെൺകുട്ടിയെ താലി കെട്ടിയ കാര്യവും പിന്നാലെ നടക്കുന്ന കാര്യമൊക്കെ, അതെന്താ ഉദ്ദേശിച്ചത്? ആരെക്കുറിച്ചാണ് അയാൾ പറഞ്ഞത്? അന്നേരം രാധിക പറയണേ, അതൊന്നും എനിക്കറിയില്ല മാഡം, എന്നാൽ പിന്നെ ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ. ഈ സമയം ശ്യാമ പറയുന്നുണ്ട്, മോളെ നീ എന്നെ അമ്മയെപ്പോലെ കാണുകയാണെന്ന് പലരോടും പറഞ്ഞിട്ടില്ലേ, പക്ഷേ എന്നിൽ നിന്നും മറച്ചു വെക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അതെന്താണെങ്കിലും മോൾ തുറന്നു പറയാൻ നോക്ക്. മോളുടെ മുഖം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, അത് കാണാനായി അമ്മയ്ക്കിഷ്ടം. എന്നാൽ ശരി, മോൾ ക്ലാസ്സിലേക്ക് ചെല്ലേ. അങ്ങനെ രാധിക അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ശ്യാമക്കാണെങ്കിൽ രാധിക എന്തോ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നതായിട്ട് തോന്നുക. എന്താണെങ്കിലും മോളുടെ മനസ്സിൽ എന്തോ കിടപ്പുണ്ട്, പതിയെ പതിയെ കാര്യങ്ങൾ ചോദിച്ചറിയണം. പിന്നീട് കാണിക്കുന്നത് സുകുമാരിയമ്മ ജോത്സ്യനോട് വരുണിൻ്റെ പ്രിയങ്കയുടെ വിവാഹത്തെക്കുറിച്ചും ആ കാര്യങ്ങളൊക്കെ കുറിച്ചുമൊക്കെ പറയുവാണ്. അതെല്ലാം കേട്ടിട്ട് ജോത്സ്യൻ പറയണേ, കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാണ്. താലി കെട്ടിയ പെൺകുട്ടിയോട് വരുൺ ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ്.
അത് മാറ്റാനായിട്ട് ഒരു വഴിയുണ്ട്. ഇവിടെ അകത്ത് കാടകത്തമ്മ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ വെച്ച് വരുൺ പ്രിയങ്കയുടെ കഴുത്തിൽ താലി കെട്ടണം. അത് കെട്ടുന്നത് ഇപ്പോൾ വരുൺ ഓൾറെഡി ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടിയുടെ സാന്നിധ്യത്തിൽ വെച്ചായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ താലികെട്ട് കാണുന്നതോടുകൂടി ആ പെൺകുട്ടിയുടെ മനസ്സിൽ വരുണിനോട് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അതവിടെ വെച്ച് ഇല്ലാതാകും. മാത്രമല്ല കാടകത്തമ്മയുടെ അനുഗ്രഹം കൊണ്ട് പ്രിയങ്കയ്ക്കും വരുണിനും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുകയും ചെയ്യും. ഈ താലികെട്ട് നടക്കാത്ത പക്ഷം വരുണും പ്രിയങ്കയും കൂടി ഒന്നിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമായി മാറും. അങ്ങനെ ജ്യോത്സ്യൻ പറയുന്നതെല്ലാം കേട്ട് ആ ക്ഷേത്രത്തിൽ വെച്ച് വരുണിൻ്റെയും പ്രിയങ്കയുടെയും താലികെട്ട് നടത്താനായിട്ട് സുകുമാരിയമ്മ തീരുമാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാധിക പൂജാമുറിയിൽ ഭഗവാന് വേണ്ടി പൂജകളും ഒരുക്കങ്ങളും ഒക്കെ നടത്തി അവിടെ തൊഴുതു പ്രാർത്ഥിക്കുന്നതാണ്. രാധിക പറയുക, ഭഗവാനെ, ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകല്ലേ, വർണ്ണനോട് സംസാരിക്കാനും അടുപ്പം കൂടാനും ഒന്നും വരല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് രാധിക ഹോളിലെത്തുമ്പോൾ കാണുന്നത് പരമേശ്വരനെയും പത്മിനിനെയും ഉണ്ടോ. ആ മോള് രാവിലെ തന്നെ കുളിച്ച് റെഡിയായോ? ആ അതെ അമ്മേ, ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച് ഭഗവാന് മുമ്പിൽ പോയി തൊഴുതിട്ടാ എല്ലാ ദിവസവും തുടങ്ങാറ്. ആ അത് നല്ല കാര്യം മോളെ. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് പലർക്കും അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല. ഈ സമയം പത്മിനി രാധികയെ ചേർത്ത് പിടിച്ചിട്ട് പറയണേ, രാധിക മോള് പൂജാമുറി കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു അമ്പലം തന്നെ ആക്കി മാറ്റിയിട്ടുണ്ടാവും. ഞങ്ങളൊന്ന് പൂജാമുറി കയറിയിട്ട് വരാം മോള്. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും പൂജാമുറിയിലേക്ക് പോകുവാണ്. ഈ സമയം എന്തോ ഒരു കാഴ്ച കണ്ട് അവർ രണ്ടാളും ഞെട്ടലോട് കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്